ഓർക്കുവിൻ പട്ടുവം നാട്ടിലെ ഓമന കുഞ്ഞാം ശുക്കൂറിനെ ചോപ്പണിഞ്ഞുള്ള കാട്ടാളര് ചോപ്പിച്ച പട്ടുവം മണ്ണിനെ. ഞാനൊക്കെ ഒരുപാട് കാലം അരിയിൽ പട്ടുവത്ത് ശുക്കൂറിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് റോട്ടിലൂടെ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. അതിൽ നീതി പുലരണം, അതിൻ്റെ പ്രതികളെ കൃത്യമായി നിയമത്തിന് മുമ്പിൽ ശിക്ഷ നടപ്പിലാക്കണം എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ആരും ചർച്ച ചെയ്യാതെ പോകുന്ന ഒരു വാർത്ത കണ്ടപ്പോൾ സ്വന്തം പാർട്ടി പ്രവർത്തകർ സാക്ഷികളായി എത്താൻ സമൻസ് കോടതിയിൽ നിന്ന് അയച്ചിട്ടും ലീഗിൻ്റെ പ്രവർത്തകർ സാക്ഷി പറയാൻ എത്തിയിട്ടില്ല, അതുകൊണ്ട് ആ കേസിൻ്റെ കോലം മാറിപ്പോവുകയാണ് എന്നുള്ള വാർത്ത കണ്ടപ്പോൾ വളരെയധികം സങ്കടം തോന്നി. അപ്പോൾ നമുക്കറിയാലോ, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും കൂടുതൽ ഡീല് ആരോപണം ഉണ്ടായത് SDPI CPM ഡീലാണ്. അതിൽ കാരായി രാജൻ മത്സരിക്കുന്നു, അത് കാരായി രാജനുമായി ബന്ധപ്പെട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ് എന്നൊക്കെ പറഞ്ഞ് ആ ഷഹീദ് ഫസലിൻ്റെ കുടുംബത്തെയും ആ പ്രശ്നത്തെയും പരമാവധി വോട്ടിന് വേണ്ടി വിപണനം നടത്താൻ മുസ്ലിം ലീഗിൻ്റെ ആളുകൾ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് പച്ചയായ സത്യമാണ്. പക്ഷേ ഇന്ന് സ്വന്തം പാർട്ടി പ്രവർത്തകൻ അരും കൊല ചെയ്യപ്പെട്ടിട്ട് അതിനൊന്ന് സാക്ഷി പറയാൻ പോലും ഏത് ലീഗ് ഒരു ഇലക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ഈ ഇന്ത്യയിലേക്ക് ആളുകളെ പറഞ്ഞയക്കുന്ന, ഓരോ മണ്ഡലത്തിലെയും ആളുകളെ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കൃത്യസമയത്ത് വോട്ടിന് വേണ്ടി പറഞ്ഞയക്കുന്ന, അതിന് ഏറ്റവും സന്നദ്ധത അറിയിച്ചുകൊണ്ട് ആ പ്രവൃത്തി ചെയ്യുന്ന ലീഗിന് നിങ്ങളെന്നെ തെറി വിളിക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട ലീഗിൻ്റെ പ്രവർത്തകരെ, നിങ്ങളെപ്പോലെ ഒരു വ്യക്തിയായിരുന്നു അരിയിൽ ശുക്കൂർ. ഇതിനെ ഒന്ന് ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് കമൻറ്റിലൂടെ തെറി വിളിച്ചാൽ അതോടുകൂടി അത് കഴിഞ്ഞു. നേരെ മറിച്ച് ആ നേതൃത്വത്തെ ഒന്ന് ചോദ്യം ചെയ്യാൻ നിങ്ങൾ തയ്യാറാകണം. അങ്ങനെയുള്ള ചാർട്ടേഡ് ഫ്ലൈറ്റുകളിൽ ആളുകളെ കൊണ്ട് അങ്ങനെയുള്ള ലീഗിന് എന്തേ കോടതി സമൻസ് അയച്ചിട്ട് സാക്ഷികളെ കൃത്യമായി കോടതിയിൽ ഹാജരാക്കാൻ കഴിയാത്തതിൻ്റെ പരിണിത ഫലമാണ് ആ കുടുംബത്തിന് നീതി ലഭ്യമാകാതിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇതെന്ത് ഡീലാണ് ആലോചിച്ച് നോക്കൂ. അതിൽ ഗൂഢാലോചന കേസിലാണ് ജയരാജനും TV രാജേഷും അടക്കമുള്ള ആളുകൾ പ്രതി ചേർക്കപ്പെട്ടത്. അവർക്കെതിരെ സാക്ഷി പറയാൻ എന്തേ ഇത്തരത്തിൽ ആളുകൾ കോടതി സമൻസ് അയച്ചിട്ടും എത്തപ്പെടാത്തൊരു സാഹചര്യം എന്തേ ഉണ്ടായത്? ആ സാക്ഷികളെ കോടതിയിൽ ഹാജരാക്കേണ്ടത് സ്വന്തം പാർട്ടി പ്രവർത്തകനല്ലേ, അവർക്കല്ലേ ഇത് സംഭവിച്ചത്. ആ കുട്ടി ഒക്കെ ആ പാർട്ടിയെ എത്രത്തോളം എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാകാം. വല്ലാത്തൊരു അനുഭവമായിപ്പോയി. ഇന്ന് ആ വാർത്ത ഇങ്ങനെ കണ്ടപ്പോൾ ഒരുപാട് തവണ കവലകളിലും പ്രസംഗവേദികളിലുമൊക്കെ എനിക്ക് എൻ്റേതായ അവസരങ്ങൾ ലഭ്യമാകുമ്പോൾ രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ ഞാൻ എപ്പോഴും പറഞ്ഞിരുന്നു, എനിക്ക് ആ പാട്ടൊക്കെ ആ നിലക്കാണ് ഇപ്പോഴും ഓർമ്മ. അതാണ് ഞാൻ ആ പാടിയത്. ഇപ്പോൾ എന്താണ് അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. കേട്ടപ്പോൾ വളരെയധികം സങ്കടം തോന്നി, പ്രയാസം തോന്നി. ഇതൊക്കെ എന്ത് അഡ്ജസ്റ്റ്മെൻറ്റാണ്? രാഷ്ട്രീയ നീക്കുപോക്കുകളെക്കുറിച്ചൊക്കെ നമുക്കറിയാം, പക്ഷേ ഇതൊക്കെ എന്ത് നീക്കുപോക്കാണ് എന്ന് നിങ്ങളുടെ യൂണിറ്റ് ചേരുമ്പോൾ, നിങ്ങളുടെ പഞ്ചായത്ത് കമ്മിറ്റി ചേരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ നേതാക്കന്മാരെ വിളിച്ചിട്ടൊന്ന് ചോദിക്കുക, എന്ത് അഡ്ജസ്റ്റ്മെൻറ്റാണ്, എന്ത് തടസ്സമാണ് ആ സാക്ഷികളെ ഹാജരാക്കുന്നതിൽ, ആ കേസൊന്ന് ഫോളോ ചെയ്യുന്നതിൽ നിങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുള്ളത്? സാമ്പത്തിക പ്രശ്നം ലീഗിനുണ്ടോ? വക്കീലന്മാരെ കുറവ് ലീഗിനുണ്ടോ? സാക്ഷികളായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് സമൻസ് അയച്ചിട്ട് അവരെ കോടതിയിലെത്തിക്കാൻ കഴിയാത്തൊരു മുസ്ലിം ലീഗിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് കേട്ടോ. വോട്ടിന് വേണ്ടി ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ആളുകളെ കൊണ്ടുവന്ന് ഇവിടെ കേരളത്തിൽ ഇറക്കുന്ന ലീഗിനെ സംബന്ധിച്ചിടത്തോളം, കൊറോണ സമയത്തൊക്കെ ഫ്ലൈറ്റ് കിട്ടാതെ നിന്ന സമയത്ത് ആളുകളെ നാട്ടിലെത്തിച്ച KMCCയുടെ ലീഗിൻ്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന ലീഗിൻ്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം സാക്ഷികളെ കൊണ്ടുവരാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടോ? എങ്കിൽ അതിലെന്തോ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലേ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും. നിങ്ങൾ തെറി വിളിച്ചോളൂ, പക്ഷേ ഇതിങ്ങനെ കേട്ടപ്പോൾ വളരെയധികം ഒരു പ്രയാസം തോന്നിയതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. നിർത്തുന്നു. നന്ദി.